ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ ഇസ്രായേൽ ഏത് രൂപത്തിലാണ് ഇറാനെ ആക്രമിച്ചത് എന്നുള്ള കാര്യം. ഇറാന്റെ ഉള്ളില് 3 ആക്രമണം നടത്തി. അതുപോലെ തന്നെ സിറിയയിലുള്ള ഇറാനിയൻ എംബസി ബോംബിട്ട് തകർത്തു. അതിലത്തെ എല്ലാ ജീവനക്കാരും അംബാസഡറും മരണപ്പെടുകയും ചെയ്തു. ഇത്രയും അതിക്രൂരമായ അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇതുപോലെ ആക്രമിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് തിരിച്ചങ്ങനെ ഒരു ആക്രമണം നടക്കാത്തത് എന്ന് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ആ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇസ്രായേലും അമേരിക്ക എത്ര ആക്രമിച്ചാലും ഇറാൻ അവരെ നേരിട്ട് തിരിച്ചാക്രമിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. നേരിട്ടിട്ട് ആക്രമിക്കില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നത് അതെങ്ങനെയാണ്, ഈ ഇറാനാണല്ലോ പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു രാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നുണ്ട് ഇസ്രായേലിനെ എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ നേരിട്ടിട്ടാണ് ഇറാൻ ആക്രമിക്കുക. അങ്ങനെ ഒരു നേരിട്ടുള്ള ആക്രമണം ഇറാൻ നടത്താറില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇറാൻ അവിടുത്തെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മറ്റുള്ള ടീമിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒമാൻ പോലത്തെ രാജ്യങ്ങൾ, യമൻ പോലത്തെ രാജ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അമേരിക്കയോടും ഇസ്രായേലിനോടും അഭ്യർത്ഥിച്ചിട്ട്, അതായത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഫേസ് രക്ഷിക്കണം, മുഖം രക്ഷിക്കണം, അതുകൊണ്ട് ഒരു ആക്രമണം നടത്തിയേ പറ്റുമെന്ന് ആദ്യം തന്നെ അറിയിച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്താറ്. അത് മുമ്പ് ഒരു പ്രാവശ്യം അങ്ങനെ നടത്തിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത ഒരു ആക്രമണം മാത്രമേ നടത്തുകയുള്ളൂ എന്നുള്ളത്. ആ ഭാഗത്തേക്ക് തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. എന്താ പറയുക, ഇപ്പൊ പുതിയ വാർത്ത വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇറാനിയൻ അധികാരികൾ പറയുന്നത്, ആയത്തുള്ള ഖൊമേനി പോലത്തെ അവിടുത്തെ ഏറ്റവും ഉയർന്ന ആൾക്കാരൊക്കെ പറയുന്നത്, ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗാസയിലുള്ള ഈ ഇസ്രായേലിന്റെ ആക്രമണം ഉടനെ നിർത്തിവെക്കണം എന്നാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കണം. അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, അപ്പൊ തിരിച്ചങ്ങോട്ട് ആക്രമിക്കല്ലേ വേണ്ടത്. പക്ഷെ ഇവിടെ ഇറാൻ പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, ആ ഗാസയിലത്തെ ആക്രമണം നിർത്ത്. എങ്ങനെയുണ്ട് ഈ വക ത്രികോണൊക്കെ? ഗാസയിൽ എല്ലാവരും കൊന്നൊടുക്കി, ഇനൊന്നും ബാക്കിയില്ല അവിടെ. അങ്ങനത്തെ സ്ഥലത്താണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു നാടകം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഇപ്പൊ വന്ന വാർത്ത അതിനേക്കാൾ രസകരമാണ്. ആ വാർത്ത കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അതായത് ഈ വാർത്തയിൽ പറയുന്നത്, അതായത് ജാക്സൺ ഹിങ്കൽ ഇട്ടൊരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത്, ഇറാനില് ഇന്നലെ ഒരുപാട് ഇസീസ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്ററോഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായത്, ആ ഇസീസ് തീവ്രവാദികൾ പറഞ്ഞത്, അതായത് ഈ പെരുന്നാളിന് ഒരുപാട് സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് അമേരിക്കക്കും ഇസ്രായേൽക്കും ദേഷ്യമുള്ള ഒരു രാജ്യമാണ് ഈ ഇറാൻ. അവിടേക്ക് ഓടി വന്നു ഇസീസ് തീവ്രവാദികൾ അവിടെ ആക്രമിക്കാൻ, അവിടെ ബോംബ് പൊട്ടിക്കാൻ. അതേപോലെ തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും ദേഷ്യമുള്ള ഒരു രാജ്യമാണ് റഷ്യ. അവിടെയും ഇസീസ് തീവ്രവാദികൾ ഓടിയെത്തി അവിടെ തീവ്രവാദി പ്രവർത്തനം നടത്തുകയും ചെയ്ത്. അതേപോലെ തന്നെയാണ് ഇസ്രായേലിനും അമേരിക്കക്കും ദേഷ്യമുള്ള രാജ്യമാണ് സിറിയ. അവിടെയും ഇസീസ് തീവ്രവാദികൾ ഓടിയെത്തി. എന്ന് വെച്ചാൽ അമേരിക്കക്കും ഇസ്രായേലിനും ആരാണോ ശത്രുക്കൾ അവരെ ആക്രമിക്കാനാണ് എപ്പോഴും ഇസീസ് തീവ്രവാദികൾ എത്തുക. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം, ഇസീസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ പാർട്ടി ഒന്നല്ല, മുസ്ലിങ്ങളുടെ ഭീകരവാദം ഒന്നല്ല, മറിച്ച് ഇത് ക്രിസ്ത്യൻ ഭീകരവാദമാണ്, അമേരിക്കക്കാരുടെ ഭീകരവാദമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ വക ഉദാഹരണങ്ങൾ കണ്ടിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ മനസ്സിലാവാത്ത ആളുടെ തലക്കകത്ത് ഒന്നാം തരം ചുടു ചാണകമാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മനസ്സിലാവുന്നത്, ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇസീസ് തീവ്രവാദികൾ ഒരുപാട്, ഇസീസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഈ അമേരിക്കക്കാർ അയച്ച ഏജന്റുകളാണ്. അമേരിക്കക്കാർ തന്നെ അവരുടെ പേരിട്ട് വിളിക്കുന്നതാണ് ഇസീസ് എന്നുള്ളത്. അങ്ങനെ അവർ ചെന്നിട്ട് ഇപ്പോൾ ഈ പെരുന്നാൾ ദിവസം മുഴുവൻ അവിടെ രക്തപങ്കിലമാക്കാനുള്ള പരിപാടിയായിരുന്നു. അതാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തീവ്രവാദി ആക്രമണത്തിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ ഈ ഇസ്രായേൽ ഈ ഒരു എംബസി തകർത്ത്, ഇറാന്റെ എംബസി തകർത്തുകൊണ്ട് ഒരുപാട് സൈനിക ഉദ്യോഗസ്ഥന്മാരെയും അംബാസഡറിനെയും കൊന്നതിന് പ്രതികാരമായിട്ട് ഇറാൻ ആദ്യം പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതിന് പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോ അതും മാറ്റിയിട്ട് ഇപ്പോ ഗാസയിൽ നിങ്ങൾ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല എന്ന സ്ഥലത്തേക്ക് എത്തി. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു രാജ്യത്തിന്റെ എംബസിയൊക്കെ തകർത്തിട്ടും ഒരു ചൂടുമില്ല ഇവർക്ക്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഇന്ത്യ തന്നെ. അതായത് ഈ മോദി സർക്കാർ, ഇന്ത്യ അല്ല മോദി സർക്കാർ ചൈനയ്ക്കെതിരെ ഒരു അക്ഷരം പറയില്ല. അങ്ങനെ ചൈനയ്ക്കെതിരെ ദേശീയത കാണിക്കുകയേയില്ല. അതേസമയം ഒരു ചെറിയൊരു ദ്വീപ്, കച്ചദ്വീപ് പറഞ്ഞിട്ട്, അത് എന്നോ പ്രശ്നം തീർത്തതാണ്. ആ കച്ചദ്വീപിൽ ഭയങ്കര ദേശീയതയാണ് ഇപ്പൊ പോയി കാണിക്കുന്നത്. കച്ചദ്വീപ് ഞങ്ങളുടേതാണെന്നൊക്കെ പറയുന്നത്. ചൈന അവിടെ 10,000 കച്ചദ്വീപിനേക്കാൾ വലിയ സ്ഥലങ്ങൾ പിടിച്ചു കൊണ്ടുപോയി. അതിനെ കുറിച്ചൊരു അക്ഷരം വേണ്ടുന്നില്ല. അതേപോലെ തന്നെയാണ് ഇതും. അതായത് ഈ എംബസി തകർത്തു, ഇറാന്റെ ഉള്ളിൽ 3 ബിൽഡിംഗ് തകർത്തു, അവിടെ കുറെ ആൾക്കാരെ കൊന്നു. എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പ്രതികാരം ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാസയിലത്തെ ആക്രമണം നിർത്തിയാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ. എന്നുവെച്ചാൽ ഇറാന് നേരിട്ടിട്ട് ഇസ്രായേലിനെയും അമേരിക്കനെയും ആക്രമിക്കാൻ ധൈര്യമില്ല എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ ഇതേ ഇസീസ് തീവ്രവാദികളെ ആണല്ലോ
റഷ്യയിൽ പിടിച്ചത്. അവരുടെ ഇന്റർഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങൾ ഈ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയതിനു ശേഷം യുക്രൈനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ $11,000 ഞങ്ങൾ ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ $11,000 ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഇപ്പൊ ആ തീവ്രവാദികൾ പറയുന്നത്. കണ്ടല്ലേ? എന്ന് വെച്ചാൽ ISIS തീവ്രവാദികൾ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? യുക്രൈനിലത്തെ രഹസ്യാന്വേഷണ ഏജൻസി അയച്ച ആളുകളെയാണ് ഇപ്പൊ അമേരിക്ക ISIS തീവ്രവാദികൾ എന്ന് പറയുന്നത്. ഇത്രയുള്ള സംഭവം. അതിന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് മുസ്ലിം പേരുള്ളവരെ മാത്രം തെരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു സംഭവം നടത്തിച്ചത്. അപ്പൊ പിന്നെ ISIS തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൽ പെട്ടെന്ന്. എന്ന് മാത്രമല്ല, ഇന്ത്യ പോലത്തെ രാജ്യത്ത്, ഇന്ത്യയിലാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാജ ന്യൂസിന്റെ ഒരു സ്ഥിരാകേന്ദ്രം. റോയിട്ടേഴ്സ് വരെ പറഞ്ഞത് അതാണ്. അപ്പൊ ഇങ്ങനത്തെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളാണെങ്കിലോ ഈ ഒരു വാർത്ത വലുതാക്കിയിട്ട് ഇസ്ലാമിക ഭീകരവാദം ലോകമെമ്പാടും പടരുന്നു, ഇന്ത്യയിൽ അതാ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്ത ഉണ്ടായിക്കോളല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം പേരുള്ള ആൾക്കാരനെ അയച്ചിട്ട്, സത്യത്തിൽ അമേരിക്കയാണ് അയക്കുന്നത്, യുക്രൈനാണ് അയക്കുന്നത്. അവർ റഷ്യനോടുള്ള ദേഷ്യം കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ISIS ഭീകരവാദികൾക്ക് ഏറ്റവും നല്ല ആക്രമിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഈ പറഞ്ഞ ഇസ്രായേലാണ്. കാരണം ഗാസയിലത്തെ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാണല്ലോ. പ്രതികാരം അവിടെയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അവർ ചെയ്യുന്നത് റഷ്യയോടാണ്. റഷ്യ ആണെങ്കിലും മുസ്ലിങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ്, മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ദിവസം തെളിവുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഈ പറഞ്ഞ റഷ്യയിലത്തെ ആക്രമണവും ഇറാനിലത്തെ ആക്രമണവും ഒക്കെ നടത്തുന്നത് അമേരിക്ക തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ അമേരിക്കയോ ഇസ്രായേലിനെയോ നേരിട്ട് ആക്രമിക്കാൻ ഇറാന് ധൈര്യവുമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ പറയുന്നത്, അതായത് ഇറാൻ അമേരിക്കയുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് അറിയോ? ഒമാനിലത്തെ ഏജന്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഈ സംഗതി, അതായത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല, പകരം നിങ്ങൾ ഗാസയെ ആക്രമിക്കരുത്, ഇതാണ് ഇപ്പൊ പറയുന്നത്. എങ്ങനെയുണ്ട്? സ്വന്തം രാജ്യത്തിനെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി സ്വന്തം രാജ്യത്തെ അഭിമാനം തകർത്തതിന് ശേഷം ഇവരിപ്പോ അവിടെ കുതിര കച്ചവടം നടത്തണം. അതിനെ കുറിച്ചാണ് ഈ വാർത്ത പറയുന്നത്. അപ്പൊ ഇത്രയുള്ള സംഗതി, ഇതിനെ കുറിച്ചാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലായത് തന്നെ ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള സംഭവം കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രൂപത്തിലാണ് ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.